2023 മാർച്ച് മാസം 25 ആ ദിവസം ആകാൻക്ഷ ഡൂബെ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അവളുടെ 1.6 മില്യൺ ഫോളോവേഴ്സിൽ ചിലർ ആ വീഡിയോ കാണുകയും ചെയ്തു. പക്ഷെ ആ വീഡിയോ അവളുടെ ജീവിതത്തിലെ അവസാന വീഡിയോ ആയിരിക്കുമെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അത് അവളുടെ ജീവിതത്തിലെ അവസാന ദിവസമായിരുന്നു. അന്നേ ദിവസം മാർച്ച് 25-നുള്ള ചില ഫോട്ടോകളും പുറത്തു വന്നു. അവയിൽ ഒരിക്കൽ ക്ലബിൽ ഡാൻസ് ചെയ്യുന്നു, മറ്റൊരു സമയത്ത് ബില്ലടയ്ക്കുന്നു, അങ്ങനെ പല ദൃശ്യങ്ങൾ. കൂടാതെ ഒരു സമയത്ത് ഹോട്ടലിലേക്ക് മടങ്ങുന്ന അവളെയും കണ്ടിരുന്നു. അപ്പോൾ അവൾക്ക് ശരിയായി നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നുവെന്ന് തോന്നി. പക്ഷെ അന്ന് ഹോട്ടലിൽ തിരികെ എത്തിയ ശേഷം അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവൾക്ക് എന്ത് സംഭവിച്ചു ഇതൊന്നും വ്യക്തമല്ല. പോലീസ് പറയുന്നത് അവൾ സ്വയം ഇത് ചെയ്തതാണെന്ന്. പക്ഷെ അവളുടെ അമ്മയും വക്കീലും മറ്റൊരു വശമാണ് പറയുന്നത്, അതും ചില തെളിവുകളോടുകൂടി. അതിനും ചില തെളിവുകൾ നൽകുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഫേമസ് ഇൻഫ്ലുവൻസറായ ആകാൻക്ഷ ഡൂബെയുടെ കേസിനെ കുറിച്ചാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ഞാനും നിങ്ങൾക്ക് മികച്ച കോണ്ടന്റ്സ് നൽകാൻ ശ്രമിക്കും. ആകാൻക്ഷ ഡൂബെ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ വലിയ പേര് നേടിയ ഒരു യുവതി. അവൾ മഹാരാഷ്ട്രയിലെ നലസോപാര സ്വദേശിനിയായിരുന്നു. പക്ഷേ അവളുടെ കൂടുതൽ ജോലികളും നടന്നത് ഉത്തർപ്രദേശിലായിരുന്നു. ക്യാമറയുടെ മുന്നിലെ പ്രകടനം, അവളുടെ ആ ഗുഡ് ലുക്സ്, ഇതൊക്കെ അവളെ പ്രശസ്തയാക്കി. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 1.6 മില്യൺ ഫോളോവേഴ്സ്. ജീവിതം സുഖമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു നടിയും ഇൻഫ്ലുവൻസറുമായ പെൺകുട്ടി. പക്ഷെ 2023 മാർച്ച് എല്ലാം മാറി. ആ സമയത്ത് അവൾ മഹാരാഷ്ട്രയിൽ നിന്നും ഡോറയിലേക്ക് എത്തി. അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അതിൽ അവൾ ലീഡ് റോൾ അഭിനയിക്കുകയായിരുന്നു. സിനിമയുടെ പേര് ലയക് ഹൂൺ നാലക് നഹി. 2023 മാർച്ച് മാസം 21 ഡൗരയിലുള്ള ഷൂട്ടിംഗ് പൂർത്തിയാക്കി. ശേഷമുള്ള ഭാഗങ്ങൾ വാരണാസിയിൽ ഷൂട്ട് ചെയ്യേണ്ടതായിരുന്നു. അതിനാൽ മുഴുവൻ ടീമും വാരണാസിയിലേക്ക് യാത്രയായി. മാർച്ച് 22 അവർ എത്തി. പിന്നീട് മാർച്ച് 24 അവർ ഒരു ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തു. ഹോട്ടലിന്റെ പേര് സുമേന്ദ്ര റെസിഡൻസി. അവിടെ ഓരോരുത്തർക്കും വ്യത്യസ്ത റൂമുകളായിരുന്നു. ആകാൻക്ഷയ്ക്ക് ലഭിച്ചത് റൂം നമ്പർ 105 ആയിരുന്നു, ഫസ്റ്റ് ഫ്ലോറിൽ. മാർച്ച് 25 മുതൽ ഷൂട്ടിംഗ് വീണ്ടും തുടങ്ങേണ്ടതായിരുന്നു. പക്ഷെ അവളുടെ ഭാഗം മാർച്ച് മാസം 26-നാണ്. അതുകൊണ്ട് മാർച്ച് 25-ന് അവൾ ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് അന്ന് അവൾ ഒരു പ്ലാൻ തയ്യാറാക്കി. ഹോട്ടലിൽ നിന്നും 8-10 കിലോമീറ്റർ അകലെയുള്ള ഒരു ക്ലബിലേക്ക് പോയി ഒരു പാർട്ടി ആസ്വദിക്കാൻ. ഇന്ന് യുവാക്കളിൽ വളരെ ട്രെൻഡായി മാറിയ ഒരു പാർട്ടി. ഇതിനുശേഷം ആ രാത്രി എന്ത് സംഭവിച്ചു? അതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ മിസ്റ്ററി. ഇതൊരു സാധാരണ പാർട്ടി അല്ല, അതൊരു ബ്രേക്കപ്പ് പാർട്ടി ആയിരുന്നു. അത് മറ്റാരുടെയും അല്ല, ആകാൻക്ഷയുടെ തന്നെ സ്വന്തം ബ്രേക്കപ്പ് പാർട്ടി. ആ രാത്രി ഏകദേശം 9 മണിയോടെ ആകാൻക്ഷ ഡൂബെ തന്റെ 2 സുഹൃത്തുക്കളുമായി ക്ലബിലെത്തി. 2023 മാർച്ച് മാസം 25 അവർ അവിടെ ആ സമയം ആഘോഷിച്ചു. ആദ്യം ഡാൻസ്, ശേഷം ഡ്രിങ്ക്സ്, പിന്നീട് ഭക്ഷണം. ഈ എല്ലാം CCTV ഫുട്ടേജ് വ്യക്തമായി കാണാം. എല്ലാം സാധാരണ പോലെ, ഒന്നും തെറ്റായി പോകുന്നില്ല എന്ന് തോന്നുന്ന വിധം, ജീവിതം നന്നായി പോകുന്ന പോലെ. പക്ഷെ ചില നിമിഷങ്ങൾക്ക് ശേഷം എല്ലാം മാറാൻ പോവുകയാണ്. പാർട്ടി അവസാനിക്കാൻ സമയമായി. ആ രാത്രിയുടെ ബിൽ മാത്രം 11,000. അതവൾ അടച്ചു. ശേഷം ആകാൻക്ഷ തന്റെ ഹോട്ടലിലേക്ക് മടങ്ങി. അവളുടെ സുഹൃത്തുക്കൾ അവരുടെ വീടുകളിലേക്കും പോയി. പക്ഷെ അടുത്തതായി കാണുന്ന ഫുട്ടേജ് അവസ്ഥയെല്ലാം മാറ്റിമറിക്കുന്നതായിരുന്നു. രാത്രി ഏകദേശം 1:50 സുമേന്ദ്ര റെസിഡൻസിയുടെ പുറത്ത് ഒരു കാർ വന്ന് നിൽക്കുന്നു. കാറിൽ നിന്നും ഒരു യുവാവ് ഇറങ്ങുന്നു. ഈ വ്യക്തി മുൻപ് ക്ലബിൽ ഉണ്ടായിരുന്നില്ല, അവളുടെ സുഹൃത്തുക്കളിലെ ആരുമല്ല. അവൻ കാറിന്റെ പിന്നിലെ വാതിൽ തുറക്കുന്നു, ഒരു ബാഗ് പുറത്തെടുക്കുന്നു. ശരിയായി പറയുകയാണെങ്കിൽ അത് ആകാൻക്ഷയുടെ ബാഗാണ്. ശേഷം മുൻവാതിൽ തുറക്കുന്നു. ആകാൻക്ഷ കാറിൽ നിന്നും ഇറങ്ങി. പക്ഷേ അവളെ കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു, അവൾ പൂർണ്ണമായും നിയന്ത്രണത്തിലില്ല. കാലുകൾ തെന്നി മാറുന്നു, ശരിയായി നടക്കാൻ പോലും ബുദ്ധിമുട്ട്. പറഞ്ഞു വന്നാൽ അവൾ മദ്യലഹരിയിലായിരുന്നു. ഇതിനുശേഷം CCTV ഫുട്ടേജ് തുടരുന്നു. അവർ ഹോട്ടലിലേക്ക് പ്രവേശിക്കുന്നു. നേരെ റൂം നമ്പർ 105 അവളുടെ റൂമിലേക്ക് പോകുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം അവർ മുറിയിലെത്തിയതിനു ശേഷം 1-2 മിനിറ്റിനുള്ളിൽ ലൈറ്റുകളെല്ലാം ഓഫായി. അതിനുശേഷം ഒരു 17 മിനിറ്റ് ഒരു തരത്തിലുള്ള ചലനവുമില്ല, ഒന്നും രേഖപ്പെടുത്തിയിട്ടുമില്ല. പക്ഷെ 17 മിനിറ്റുകൾക്ക് ശേഷം ഒരു മാറ്റം. റൂം നമ്പർ 105-ലെ ലൈറ്റുകൾ ഓണായി. ആ 17 മിനിറ്റിനുള്ളിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അതാണ് ഈ കേസിലെ ഏറ്റവും വലിയ ചോദ്യം. തുടർന്ന് വാതിൽ തുറന്നു. അവളോടൊപ്പം വന്ന യുവാവ് പുറത്തേക്ക് വരുന്നു. അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ആർക്കും ഒന്നും അറിയില്ല. രാത്രി ആയതിനാൽ ആരും ആരെയും ഡിസ്റ്റർബ് ചെയ്തില്ല. അങ്ങനെ ആ രാത്രി കടന്നുപോയി. പുതിയൊരു രാവിലെ എത്തി. അടുത്ത ദിവസം ആകാൻക്ഷയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അതേ റെസിഡൻസിൽ തന്നെ താമസിക്കുകയായിരുന്നു. അവർക്ക് രാവിലെ 10 മണിക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തണം. അതുകൊണ്ട് രാവിലെ 8 മണി മുതൽ
9 മണിക്കിടയിൽ ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവളെ വിളിക്കാൻ തുടങ്ങി. പക്ഷെ ഫോൺ എടുക്കുന്നില്ല. അവൻ കരുതിയത് ഒന്നാമതായി അവൾ ഉറക്കത്തിലായിരിക്കാം. ഒരല്പസമയം കാത്തിരുന്നു. വീണ്ടും വിളിച്ചു. സമയം ഇങ്ങനെ കടന്നുപോയി. അവൻ ആശങ്കപ്പെടാൻ തുടങ്ങി. കാരണം അവൾക്ക് മേക്കപ്പ് ചെയ്യാനും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്താനും ഇപ്പോൾ തന്നെ തയ്യാറാകണം. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഫോൺ ചെയ്തു. പക്ഷെ ഒരു പ്രതികരണവും ഇല്ല. ഇതവൻ അസാധാരണമായി തോന്നി. കാരണം മുൻപ് ഒരിക്കലും അവൾ ഇങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവൻ വീണ്ടും വിളിച്ചു. ഇന്നലെ വൈകി വന്നതുകൊണ്ട് ഒരു പക്ഷേ ഫോൺ സൈലന്റിൽ വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അവൻ മറ്റൊരു വഴി പരീക്ഷിച്ചു. നേരെ ആ ഹോട്ടൽ റൂമിലെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചു. ബെൽ മുഴങ്ങുന്നു. പക്ഷെ അവിടെ നിന്നും ആരും എടുക്കുന്നില്ല. ഇപ്പോൾ അവനൊരു സംശയം കൂടി വന്നു. ഒരു പക്ഷേ വാഷ്റൂമിലായിരിക്കും. പക്ഷെ സമയം വീണ്ടും കടന്നു പോകുന്നു. ഇപ്പോൾ സമയം 10 മണിയായി. ഇപ്പോൾ അവൻ കാത്തിരുന്നില്ല. സ്വന്തം റൂമിൽ നിന്നും എഴുന്നേറ്റ് നേരെ റൂം നമ്പർ 105 പോയി. ഡോർ ബെൽ അമർത്തി. 1 തവണ, 2 തവണ, വീണ്ടും വീണ്ടും. പക്ഷെ അകത്ത് നിന്ന് ഒരു ശബ്ദവുമില്ല. വീണ്ടും ഫോൺ ചെയ്യുന്നു. മൊബൈലിലേക്ക് വിളിക്കുന്നു, ലാൻഡ് ലൈനിലേക്ക് വിളിക്കുന്നു. ഒന്നിനും ഒരു പ്രതികരണവും ഇല്ല. ഇപ്പോൾ അവൻ്റെ മനസ്സിൽ ഭയം വന്നു. ഇവിടെ എന്തോ തെറ്റായി സംഭവിച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? കാരണം അവൻ അറിയാമായിരുന്നു ആകാംക്ഷയുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. ഇവിടെ നിന്ന് ഈ ഒരു കേസ് ഒരു ഭീകരമായ വഴിയിലേക്ക് തിരിയാൻ പോവുകയാണ്. അവളുടെ പഴയ സംഭവങ്ങളെല്ലാം അറിയാമായിരുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഭയം കൂടാൻ തുടങ്ങി. ഒരു നിമിഷം പോലും വൈകാതെ അവൻ നേരെ റിസപ്ഷനിലേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്നവരോടെല്ലാം വിശദമായി പറഞ്ഞു, നിങ്ങളുടെ പക്കൽ മാസ്റ്റർ കീ ഉണ്ടെങ്കിൽ ദയവായി ഈ റൂം തുറക്കണം. എനിക്കെന്തോ സംശയം തോന്നുന്നു എന്ന്. റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ഈ സ്റ്റാഫ്സ് 2-3 പേരെ കൂട്ടിക്കൊണ്ടുവന്നു. അവരുടെ കയ്യിൽ പല ചാവികൾ ഉണ്ടായിരുന്നു. അവർ റൂം നമ്പർ 105 ലോക്ക് തുറക്കാൻ ശ്രമിച്ചു. 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്. ഒടുവിൽ ഏകദേശം 3 മിനിറ്റിന് ശേഷം ലോക്ക് തുറന്നു. ഇതിനിടയിൽ ഒരു 5-6 പേർ അവിടെ കൂടി നിന്നു. അവരിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. 10:38 AM. ആ വാതിൽ തുറക്കാൻ സമയമായി. ലോക്ക് തുറന്ന വ്യക്തി പിന്നിലേക്ക് മാറി. ആ സ്ത്രീ മുന്നിലേക്ക് വന്നു. വാതിൽ തുറന്നു. അകത്ത് കണ്ട കാഴ്ച അത് അവരുടെ ഭയം സത്യമാക്കി. ഒരാൾ ഉടൻ തന്നെ ഓടി പോലീസിനെ വിളിച്ചു. ചില നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് അവിടെ എത്തി. ഒരു നടിയുടെ കേസാണ്, അതും ഒരു വലിയ ഹോട്ടൽ. അതുകൊണ്ട് ഉടൻ തന്നെ മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അകത്ത് ആകാംക്ഷ. അവളുടെ കഴുത്തിൽ അവളുടെ തന്നെ ഷോൾ, അതിൻ്റെ മറ്റേ അറ്റം ഫാനിൽ കെട്ടിയ നിലയിൽ. ആ കാഴ്ച കണ്ടപ്പോൾ പോലീസിന് ആദ്യം തോന്നിയത് ഇത് അവൾ സ്വയം ചെയ്തതായിരിക്കാം. ഒരു പക്ഷേ അവൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായിരുന്നിരിക്കണം. ശേഷം അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. ഇതിനിടെ പോലീസ് അന്വേഷണം തുടങ്ങി. CCTV ഫുട്ടേജുകൾ പരിശോധിച്ചു. ഹോട്ടലിലെയും ക്ലബിലെയും. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട സൂചനയുള്ളത്. ഒരു യുവാവ് അവളോടൊപ്പം കാറിൽ വന്നിരുന്നു. അവളോടൊപ്പം റൂമിൽ പ്രവേശിച്ചു. അതായത് അവളെ അവസാനമായി ജീവനോടെ കണ്ട ഒരേ ഒരു വ്യക്തി. പോലീസിന്റെ ലക്ഷ്യം ആ വ്യക്തിയെ കണ്ടെത്തുക. അടുത്ത ചില മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് അവനെ കണ്ടെത്തി. അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൻ്റെ പേര് സന്ദീപ് എന്നാണ്. അവളുടെ ഒരു പഴയ സുഹൃത്ത്. ക്ലബിൽ നിന്നും അവളുടെ സുഹൃത്തുക്കൾ പോയ ശേഷം അവൾ തന്നെയാണ് സന്ദീപിനെ വിളിച്ചത്. എന്നെ ഹോട്ടലിൽ എത്തിക്കാമോ എന്ന് ചോദിച്ചു. സന്ദീപ് അവളെ ഹോട്ടലിൽ എത്തിച്ചു. പോലീസ് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവിടെ ചില കാര്യങ്ങൾ വ്യക്തമായി. അവസാനം പോലീസ് പറഞ്ഞു ഈ കേസിനും സന്ദീപിനും യാതൊരു ബന്ധവുമില്ല എന്ന്. അന്വേഷണത്തിന് വീണ്ടും സഹായിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് അവനെ പറഞ്ഞയച്ചു. ഇതോടെ ഈ ഒരു കേസ് വീണ്ടും കൂടുതൽ ഗൗരവമുള്ളൊരു ദിശയിലേക്ക് മാറി. ഇനി ചോദ്യം, അവൾക്ക് ശരിക്കും എന്ത് സംഭവിച്ചു? അതും ആ 17 മിനിറ്റിനുള്ളിൽ. ആരും അറിയാത്തത് അവിടെ എന്താണ്? സന്ദീപിനെ പോലീസ് വെറുതെ വിട്ടു. പക്ഷെ അവിടെയും ഒരു ചോദ്യം ബാക്കി. അവനും ഈ കേസിനും യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ കാരണം എന്ത്? CCTV ഫുട്ടേജുകൾ പരിശോധിക്കുമ്പോൾ പോലീസ് കണ്ടെത്തിയത് ഏകദേശം രാത്രി 2 മണിയോടെ സന്ദീപ് റൂമിൽ നിന്നും പുറത്തു പോയിരുന്നു. അതിനുശേഷമുള്ള എല്ലാ ഫുട്ടേജുകളും പരിശോധിച്ചു. പക്ഷെ അവിടെ സന്ദീപ് വീണ്ടും വന്നതായി തെളിവൊന്നുമില്ല. മറ്റാരും ആ റൂമിലേക്ക് പോയതും ഇല്ല. അവിടെ ഒരു നിർണായക തെളിവുണ്ട്. രാത്രി 2:35 ആകാംക്ഷ തൻ്റെ ഇൻസ്റ്റഗ്രാം ലൈവിലെത്തിയിരുന്നു. ഈ ലൈവ് അവളുടെ മനസ്സിൻ്റെ അവസ്ഥ വളരെ വ്യക്തമാക്കി. അവൾ ശാന്തമായി വേദനയോടെ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു വാക്കുപോലും മിണ്ടിയില്ല. ഒരു 10-15 മിനിറ്റ് വരെയും മൗനമായി സ്വന്തം വികാരം മാത്രം പ്രകടിപ്പിച്ചു. ലൈവിൻ്റെ സമയം 2:35. ഇത് പോലീസിന് ഒരു കാര്യം ഉറപ്പിച്ചു, സന്ദീപ് അവിടെ നിരപരാധിയാണ്. പക്ഷെ അവിടെ മറ്റൊരു ചോദ്യം ഉയർന്നു. അവൾക്ക് സത്യത്തിൽ എന്ത് സംഭവിച്ചു? അവളൊരു ആത്മഹത്യാക്കുറിപ്പ് പോലും എഴുതിയില്ല. അതുകൊണ്ട് പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങി. അവളുടെ അമ്മയായ മധു ദുബെ വിളിച്ചു. അവരും വാരണാസിയിലെത്തി. ആദ്യം അവർ സർനാഗ് പോലീസ് സ്റ്റേഷനിലെത്തി 2 പേരുകൾ പറഞ്ഞു. ഒരാളുടെ പേര് സമർ സിംഗ്, അതൊരു പ്രശസ്ത ഗായകനായിരുന്നു. മറ്റൊരാൾ സഞ്ജയ്, അത് ഈ സമർ സിംഗിന്റെ അടുത്ത സഹായിയാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്,
എന്തുകൊണ്ട് അവളുടെ അമ്മ സമർ സിംഗിന്റെ പേര് ഈ ഒരു കേസിൽ കൊടുത്തു? ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആകാൻഷ പ്രധാനമായും സമർ സിംഗിനൊപ്പമാണ് ജോലി ചെയ്തത്. അവൻ അവൾക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു, ഓരോ ആൽബത്തിനും 70,000 രൂപ നൽകുമെന്ന്. അതിനാൽ അവൾ പല പ്രോജക്റ്റുകളും ചെയ്തു. കാലക്രമേണ അവരുടെ ബന്ധം മാറി. ജോലി ബന്ധം ഒരു സ്നേഹത്തിലേക്ക് മാറി. രണ്ടുപേരും പ്രണയം ആരംഭിച്ചു, റിലേഷൻഷിപ്പായി. അവരുടെ ഫോട്ടോകളും വീഡിയോകളും പൊതുരംഗത്ത് പോലും വന്നിരുന്നു. അവിടെ ചോദ്യം, ഈ ബന്ധം ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? അതായത് ആകാൻഷ ഡുബെയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അവൾ പങ്കുവച്ച നിരവധി ഫോട്ടോകളും വീഡിയോകളും ഒരു കാര്യം വ്യക്തമായി കാണിച്ചു. അവളും സമർ സിംഗും തമ്മിലുള്ള ബന്ധം ഒരിക്കൽ നല്ലതായിരുന്നു. പക്ഷെ കാലം കടന്നുപോയപ്പോൾ എല്ലാം മാറാൻ തുടങ്ങി. ഒരു ബന്ധത്തിലും ഉണ്ടാകരുതാത്ത കാര്യം അവിടെയും സംഭവിക്കാൻ തുടങ്ങി. സമർ സിംഗ് നൽകുമെന്ന് പറഞ്ഞിരുന്ന പണം ഒരിക്കലും അവൻ നൽകിയിരുന്നില്ല. 70,000 എന്നത് നൽകാതെ അതിങ്ങനെ കൂടി 3 കോടി വരെ എത്തി. ഇതിനൊക്കെ ശേഷം ആകാൻഷ വീണ്ടും സഹനത്തോടെ നിന്നു. അവൾക്ക് മറ്റുള്ളവരോടൊപ്പം ജോലി ചെയ്യണം, സ്വന്തമായി വരുമാനം നിലനിർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ സമർ സിംഗ് അതുപോലും അനുവദിച്ചില്ല. ഇതെല്ലാം അവളുടെ അമ്മ മധു പോലീസിനോട് പറഞ്ഞു. ഈ എല്ലാ പ്രശ്നങ്ങളും അവളെ മാനസികമായി തകർത്തിരുന്നു. ഇതിന്റെ ഫലമായി അടുത്ത കാലത്ത് തന്നെ അവരുടെ ബ്രേക്കപ്പും നടന്നു. 2023 മാർച്ച് 21 ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ സഞ്ജയ് തൻ്റെ പുതിയ കാറിൻ്റെ ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുത്തു. അതിനവൾ മറുപടി നൽകിയത്, മറ്റുള്ളവരുടെ പണത്തിൽ കാറും വാങ്ങാൻ തുടങ്ങിയല്ലേ എന്ന്. ഈ ഒരു മറുപടി സഞ്ജയ് ഇങ്ങനെ പ്രകോപിപ്പിച്ചു. അവൻ അവളെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി. ഈ ഒരു ഒറ്റ സംഭവം മാത്രമല്ല, ഇത്തരത്തിലുള്ള ഭീഷണികൾ അവൾക്ക് പലതവണ ലഭിച്ചിരുന്നു. ഇതെല്ലാം ചേർന്ന് മാനസികമായി അവൾ വല്ലാത്ത ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ടാണ് ആ ബ്രേക്കപ്പ് പാർട്ടി അവൾ സംഘടിപ്പിച്ചത്, ഒന്ന് റിലാക്സ് ചെയ്യാൻ. പക്ഷേ ആ രാത്രി അവൾ കൂടുതൽ ട്രിഗറായി. ഇതിനിടയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തി. പോലീസിന്റെ നിഗമനം ഇത് ആത്മഹത്യയാണ്. കാരണം മുറിവുള്ളത് കഴുത്തിൽ മാത്രം. അവൾ കെട്ടിയ ദുപ്പട്ട കാരണം പരിക്ക് സംഭവിച്ചു. മറ്റ് പരിക്കൊന്നും കണ്ടെത്താനായില്ല. പക്ഷെ കഥ അവിടെ അവസാനിച്ചില്ല. വീണ്ടും കൂടുതൽ അന്വേഷണത്തിൽ പല റിപ്പോർട്ടുകൾ വന്നു. അതിൽ അവളുടെ വക്കീൽ ഒരു കാര്യം പറഞ്ഞു. അവളുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു. അവളുടെ വയറ്റിൽ ബ്രൗൺ നിറത്തിലുള്ള ഒരു ദ്രാവകം കണ്ടെത്തി. അതാരാണെന്ന് ആർക്കും വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അത് സംശയാസ്പദമാണ്. ഇത് ഈ കേസിന് കൂടുതൽ സംശയം സൃഷ്ടിച്ചു. ഇതിനിടയിൽ മധു തൻ്റെ സ്റ്റേറ്റ്മെന്റും നൽകി. മറ്റൊരു വശത്ത് സമർ സിംഗ്, അവൻ തൻ്റെ ലൊക്കേഷനിൽ നിന്നും ഒളിച്ചോടി. അവൻ എവിടെയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പോലീസ് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി. പക്ഷെ അപ്പോഴേക്കും അവൻ എവിടെ ഒളിവിൽ പോയിരുന്നു. ഇത് അവളുടെ അമ്മയുടെ സംശയം വീണ്ടും ശക്തമാക്കി. ഇതിൽ എന്തോ തെറ്റുണ്ട്. ഇതോടെ പോലീസ് സമർ സിംഗിനെ തേടാൻ തുടങ്ങി. ഇപ്പോൾ ഈ ഒരു കേസ് നിർണായക ഘട്ടത്തിലാണ്. സത്യം ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? ഇതിൽ മറിഞ്ഞിരിക്കുന്ന സത്യം മറ്റെന്തെങ്കിലും ഉണ്ടോ? പോലീസ് ഉടൻ തന്നെ സമർ സിംഗിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു, ആകാൻഷ ഡുബെയെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിന്. അതിനുശേഷം പോലീസ് വീണ്ടും അന്വേഷണം ശക്തമാക്കി. അവനെ കണ്ടെത്താൻ ശ്രമിച്ചു. പക്ഷേ മാർച്ച് മാസം മുഴുവനും സമർ സിംഗിനെ കണ്ടെത്താനായില്ല. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ 2023 ഏപ്രിൽ മാസത്തിൽ അവനെ അറസ്റ്റ് ചെയ്തു. കേസിന്റെ പുരോഗതി ഇങ്ങനെ തുടരുമ്പോൾ 2023 നവംബർ മാസത്തിൽ സമർ സിംഗിന് ജാമ്യം ലഭിച്ചു. അലഹാബാദ് ഹൈക്കോടതി സമർ സിംഗിന് ജാമ്യം അനുവദിച്ചു. ആകാൻഷ ഡുബെയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അവളുടെ അമ്മയാണ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ മകളുടെ മരണത്തിന് ഇന്നും ന്യായം ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ കേസിന്റെ നിലവിലെ സ്ഥിതി എന്തെന്ന് വെച്ചാൽ, പോലീസിന്റെ നിലപാട് ആത്മഹത്യ. പക്ഷേ മറ്റൊരു വശത്ത് കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ അത് ഇന്നും പരിശോധിക്കപ്പെടുകയാണ്. അവസാന വിധി ഇനിയും വന്നിട്ടില്ല. സത്യം ഇനിയും മറഞ്ഞു കിടക്കുകയാണ്. ഫൈനൽ അപ്ഡേറ്റ് വന്നാൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. വീഡിയോ അവസാനിക്കുന്നതിന് മുൻപ് ഒരു പ്രധാന കാര്യം കൂടെ പറയാം. ചിലർ പറയുന്നു അവളുടെ അവസാന വീഡിയോസിലൊക്കെ അവൾ സന്തോഷത്തോടെ തോന്നിയെന്ന്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കും? പക്ഷെ മറ്റൊരു തിയറി പറയുന്നത് ആത്മഹത്യ എപ്പോഴും പ്ലാൻ ചെയ്യുന്നതല്ല. ചിലപ്പോൾ ഒരു നിമിഷത്തിലെ ആ ഒരു തീരുമാനം, ചില മിനിറ്റുകൾക്കുള്ളിൽ ജീവിതം അവസാനിപ്പിക്കുന്ന തീരുമാനം. ഇതാണ് ഏറ്റവും ഭയാനകമായ സത്യം. അതിനാൽ സ്വയം ശ്രദ്ധിക്കുക. മാനസികാരോഗ്യം വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവുമില്ല. ജീവിച്ചു കാണിക്കുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ആകാൻഷ ഡുബെയ്ക്ക് സത്യത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? നിങ്ങളുടെ നിഗമനം എന്താണ്? ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ ഒട്ടനവധി കേസുമായി നമുക്ക് വീണ്ടും കാണാം.